Page number 40. Leaving the little bird with her mother, others returned. അതായത് കുഞ്ഞിക്കലിനെ അവളുടെ അമ്മഅടുത്ത് ആക്കിയതിന് ശേഷം ബാക്കി എല്ലാവരും മടങ്ങി. കണ്ടില്ല ആരെയൊക്കെ കാണുന്ന നോക്കിയില്ലേ? പാരറ്റ്, സ്ക്യൂരല്, മങ്കി, ദെൻ റാബിറ്റ്, ഡിയർ, പിന്നെ ആരാളത്? ബട്ടർഫ്ലൈ. നോക്കൂ, റാബിറ്റിൻ്റെ കയ്യിലെന്താ? ലുക്ക് ഹിയർ ഈസ് എ മൊബൈൽ ഫോൺ. നോക്കൂ, ദാ ഇവിടെ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയണു അല്ലേ. അപ്പം എന്താ ഡിയർ പറയണേ? മസ്റ്റ് ബി ദ ഹാറ്റ് സെല്ലേഴ്സ്. അത് ഹാറ്റ് സെല്ലറുടെ ആയിരിക്കണം എന്ന് ഡിയർ പറയാണ്. പേജ് നമ്പർ 41. അൺലോക്ക് ദ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണൊക്കെ നമ്മൾ നമ്പർ വെച്ചിട്ട് ലോക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഈ മൊബൈൽ ഫോണും ലോക്ക് ചെയ്ത ഫോണായിരുന്നു. അവരത് അൺലോക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഓപ്പൺ ദ നമ്പർ ലോക്ക്. ഡിയർ പറയുകയാണ് നമ്പർ ലോക്ക് ഓപ്പൺ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ റാബിറ്റ് നോക്കി നോക്കൂ, പ്രസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെ നമ്പറാണ്? ആ യെല്ലോ കളറിൽ കാണില്ലേ, അതാണ് കേട്ടോ റാബിറ്റ് പ്രസ് ചെയ്ത നമ്പർ ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 248 എന്ന് പ്രസ് ചെയ്തിരിക്കുന്നു. സ്ക്യൂരൽ നോക്കൂ, എന്താ പ്രസ് ചെയ്തിരിക്കുന്നത് നോക്കൂ. 3 5 7 8 പ്രസ് ചെയ്തിരിക്കുന്നു. മങ്കി 1 2 3 5 7 8. പാരറ്റ് കണ്ടോ, 1 മുതൽ 9 വരെയും 1 to 9 വരെയും എന്ത് ചെയ്തിരിക്കുന്നു? പ്രസ് ചെയ്തിരിക്കുന്നു. ദേ ട്രൈഡ് 1 by 1 ടു അൺലോക്ക് ദ ഫോൺ. അവർ ഓരോരുത്തരായിട്ട് ട്രൈ ചെയ്യാണ് അല്ലേ, അൺലോക്ക് ചെയ്യാൻ, ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓരോരുത്തർ ട്രൈ ചെയ്യാണ്. ദ നമ്പേഴ്സ് ദി പ്രസ് ഗ്ലൂഡ് യെല്ലോ. അവർ പ്രസ് ചെയ്ത നമ്പറാണ് യെല്ലോ കളറായിട്ട് കാണുന്നത്. ബൈ ദാറ്റ് ടൈം രാമുണ്ണി അങ്കിൾ കെയിം ബാക്ക്. ആ സമയമായപ്പോഴേക്കും രാമുണ്ണി അങ്കിൾ തിരിച്ചു വന്നു. രാമുണ്ണി അങ്കിൾ എന്താ പറയണത് നോക്കൂ. ടു അൺലോക്ക് മൈ ഫോൺ യു മസ്റ്റ് പ്രസ് ഓൾ നമ്പേഴ്സ് ഫ്രം 1 to 9. എന്താ പറയണേ? എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ നമ്പേഴ്സും 1 to 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൂ അൺലോക്ക്ഡ് ദ ഫോൺ? ആരാണ് ഫോൺ അൺലോക്ക് ചെയ്തത്? അപ്പോൾ ഇതിൽ ആരാ ചെയ്തത് നോക്കി നോക്കൂ. റാബിറ്റാണോ, സ്ക്യൂരലാണോ, മങ്കിയാണോ, പാരറ്റാണോ? ആരാണ്? പാരറ്റ് അല്ലേ. നോക്കൂ, പാരറ്റ് പ്രസ് ചെയ്തിരിക്കുന്ന നമ്പർ ഏതൊക്കെയാണ്? 1 to 9 വരെയും പ്രസ് ചെയ്തിരിക്കുന്നു അല്ലേ. കണ്ടോ, അതല്ലേ മഞ്ഞ നിറമായിട്ട് കാണുന്നത്? 1 to 9 വരെ അല്ലേ. അപ്പോൾ ആരാണ് ഫോൺ അൺലോക്ക് ചെയ്തത്? പാരറ്റ്. അടുത്തത് എന്താണ്? റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ. ഓർഡറിൽ നമ്പേഴ്സ് എല്ലാം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് 1 to 9 വരെ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 7, 7 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ 9. ദർ ഈസ് അനദർ നമ്പർ ഓൺ ദ ഫോൺ. ഇനി വേറൊരു നമ്പർ ഫോണിലുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? ഏതാണത്? ഏതാണ്? മൊബൈലിലേക്ക് നോക്കൂ. 1 to 9 കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും നമ്പർ കാണുന്നുണ്ടോ? ഉണ്ടല്ലേ, 0 അല്ലേ. അപ്പോൾ 0 ആണ് നമ്പർ. നമ്മളെ ബോക്സിൽ 0 എന്ന് എഴുതുക. പേജ് നമ്പർ 42. ലുക്ക് അറ്റ് ദ ഫോട്ടോ. ദ ഹാറ്റ് സെല്ലർ ഗോട്ട് ഹീസ് ഫോൺ ബാക്ക്. സി ദ ഫോട്ടോ രാമുണ്ണി അങ്കിൾ ടുക്ക്. തൊപ്പി വിൽപ്പനക്കാരന് അയാളുടെ ഫോൺ തിരിച്ചു കിട്ടി. എന്താണ്? രാമുണ്ണി അങ്കിൾ എടുത്ത ഫോട്ടോ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടിക്ക് ദ കറക്റ്റ് ആൻസർ. അതായത് ശരിയായ ഉത്തരത്തിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ആർ ദർ ഇൻ ദ ഫോട്ടോ? എത്ര പേരുണ്ട് ഫോട്ടോയിൽ? എത്ര പേരാ? 1 2 3 4 5 6. 6 അല്ലേ. അപ്പോൾ നിങ്ങൾ ടിക്ക് ഇടുമല്ലോ 6ലേക്ക്. 6 എഴുതാൻ അറിയാമല്ലോ. അപ്പോൾ ടിക്ക് ഇടുക. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൂ ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ ഡീർ? ഡീറിൻ്റെ, മാനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണ്? മാനിൻ്റെ ലെഫ്റ്റ് സൈഡ് ഏതാ വരിക? നമ്മൾ ഫേസ് ചെയ്തിട്ടല്ലേ ഈ പിക്ചറിൽ എല്ലാവരും നിൽക്കുന്ന അനിമൽസ് എല്ലാതും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റ് സൈഡ് എന്തായിരിക്കും? അവരുടെ ലെഫ്റ്റ് സൈഡായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് അവരുടെ എന്തായിരിക്കും? റൈറ്റ് സൈഡായിരിക്കും. റൈറ്റും ലെഫ്റ്റും അറിയാലോ അല്ലേ. റൈറ്റ് എന്ന് പറഞ്ഞാൽ വലത്, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടത്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവരൊക്കെ നമ്മളെ ഫേസ് ചെയ്തിട്ട് നിൽക്കണു അല്ലേ. അപ്പോൾ ഡീറിൻ്റെ ലെഫ്റ്റ് സൈഡ് ഏതായിരിക്കും? നമ്മളുടെ റൈറ്റ് അല്ലേ. അപ്പോൾ ഏതാ വരിക? നമ്മുടെ വലതല്ലേ. ഏതാ വരിക? അപ്പോൾ ഹൂ ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് ദ ഡീർ? ആരാ വരിക? സ്ക്യൂരൽ. അപ്പോൾ നമ്മൾ സ്ക്യൂരലിന് ടിക്ക് ഇടുക. ദർ ആർ 4 animals with 4 legs.
അവിടെ 4 കാലുകളുള്ള 4 മൃഗങ്ങളുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നോക്കി നോക്കൂ, ഉണ്ടോ? റാബിറ്റ്, മങ്കി, ഡീറ്, പിന്നെ ഏതാ? സ്ക്യൂരൽ. ഇതിലെ റാബിറ്റ്, മങ്കി, സ്ക്യൂരലില്ലേ അവരൊക്കെ കണ്ടിട്ടുണ്ടോ? ഭക്ഷണമൊക്കെ പിടിച്ച് നിന്നിട്ടാണ് കഴിക്കുക, കണ്ടിട്ടില്ലേ? അപ്പോൾ അത് 2 കൈകളാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ 2 കാലുകളുള്ള 2 legs ഉള്ള അനിമൽസാണ്. ഇതിൽ ആകെ 4 legs ഉള്ള അനിമൽ എന്ന് പറയാൻ ഡീറ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? 2 legs ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണോ ഫോൾസ് ആണോ? ഇത് ഫോൾസ് ആണ് കേട്ടോ. അടുത്തത് ദോസ് ഹൂ ക്യാൻ ഫ്ലൈ ആർ മോർ. അതായത് പറക്കാൻ കഴിയുന്നവർ ഇതിൽ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറക്കാൻ കഴിയുന്നവർ ആരൊക്കെയാ? ഫ്ലൈ ചെയ്യാൻ കഴിയുന്നവർ ആരൊക്കെയാ? ബട്ടർഫ്ലൈ, പാരറ്റ് അല്ലേ? അപ്പോൾ അത് ശരിയാണോ? ബാക്കിയുള്ളവരെയും കാട്ടിലും ഇവർ കൂടുതലാണോ? അല്ല, ആകെ 2 പേരേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതെന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇനി അടുത്തത് നോക്കൂ. ദ ബട്ടർഫ്ലൈ ആൻഡ് പാരറ്റ് ആർ എബവ് അതേഴ്സ്. അവർ പറന്ന് മുകളിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ അത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. അപ്പോൾ ട്രൂവിൽ നമ്മൾ ടിക്ക് ഇടും. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.